ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 6/2/2026 വെള്ളിയാഴ്ച 25,673 എന്ന ലെവലിൽ ക്ലോസ് ചെയ്യുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,888 എന്ന ലെവലിലാണ്. അതായത് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 215 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ആണ് ഇന്ന് നിഫ്റ്റി നൽകിയിരുന്നത്. ഇന്നത്തെ ഡേയ്സ് ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാം ഒരു 141 പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റി നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രേഡബിൾ ആയി ദിനം കിട്ടിയിട്ടുള്ളത് ആകെ ഒരു 50 പോയിന്റിൽ താഴെ മാത്രമാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയ നിഫ്റ്റി ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ഓപ്പൺ ചെയ്തതിനേക്കാളും ഒരു 34 പോയിന്റോളം ഉയർന്നെങ്കിൽ പോലും വളരെ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ സംഭവിക്കുകയായിരുന്നു. ഇത് ഒരു പതിവ് കാഴ്ചയാണ്. ഗ്യാപ്പ് അപ്പ് ലഭിച്ചാൽ സ്വാഭാവികമായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുന്നത്. അത്തരത്തിൽ കൃത്യമായി അത് പ്രതീക്ഷിച്ച് നിന്നവർക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമേ കോൾ ഓപ്ഷൻ നിഫ്റ്റി റിവേഴ്സ് ആകുന്നു എന്ന ബോധ്യം വന്നപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് കൃത്യമായി അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നൽകിയതിനു ശേഷം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 25,815 എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് ഒന്ന് ഉയർന്നെങ്കിലും വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. വീണ്ടും കിട്ടുന്ന അപ്പ് മൂവുകൾ ട്രേഡബിൾ ആണ്. എന്നാൽ ഇത്തരത്തിൽ വീണ്ടും കിട്ടിയ അപ്പ് മൂവ് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചവർക്ക് ചെറിയ പ്രോഫിറ്റ്, കൃത്യമായ എൻട്രികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രോഫിറ്റ് കാണിച്ചുവെങ്കിലും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ ഡേയ്സ് ഹൈ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി പ്രതീക്ഷിച്ചവർക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്തെങ്കിലും തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന അടുത്ത റെസിസ്റ്റൻസ് ലെവലായ 25,872 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഡിക്ലൈൻ കിട്ടിയെങ്കിലും ഇന്ന് നിഫ്റ്റി, നാളെയാണ് നിഫ്റ്റിയുടെ വീക്ക്ലി ക്ലോസിംഗ്, ഇന്നും നല്ല പ്രീമിയം മെൽറ്റിംഗ് ഉണ്ടാകാം. അതുകൊണ്ട് ഈ തരത്തിൽ ഒരു ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്ത് ഡേയ്സ് ഹൈ ഹിറ്റ് ചെയ്യാതെ വീണ്ടും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തേക്കുമെന്ന പ്രതീക്ഷയിൽ ഹോൾഡ് ചെയ്തെങ്കിൽ അവർക്ക് ഒരിക്കലും ആ ട്രേഡിൽ നിന്നും പ്രോഫിറ്റിലോട്ട് വീണ്ടും മാറാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ തിരിച്ചു വരുമ്പോൾ പ്രോഫിറ്റിലേക്ക് വന്നേക്കുമെന്ന പ്രതീക്ഷയിൽ ഹോൾഡ് ചെയ്തെങ്കിൽ ഓവറോൾ ഇന്നത്തെ ദിവസം നഷ്ടമായിട്ടുണ്ട്. എന്നാൽ ഈ തരത്തിൽ ഒരു ടേണിംഗ് നൽകിയതിനു ശേഷം പ്രൈസ് വീണ്ടും ഡിക്ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഡേയ്സ് ഹൈ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് സെല്ലിംഗ് പാറ്റേൺ വ്യക്തമായി ബോധ്യമായവർക്ക് കൃത്യമായും ഒരു എൻട്രി എടുത്ത് ഈ ലെവലിലേക്ക് വീണ്ടും പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഉയർച്ച വീണ്ടും സാധിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും പുതിയ ഉയരം രേഖപ്പെടുത്തുന്നില്ലായിരുന്നു. എന്നാൽ അടുത്ത സപ്പോർട്ട് ലെവലായ 25,815 അടുത്തുവരെ, അതായത് 25,819.95, അതായത് 25,820 എന്ന ലെവല് കണക്കാക്കാം. അത്രമാത്രം വന്ന് വീണ്ടും പ്രൈസ് റിവേഴ്സ് ആയി അപ്പോഴും പോവുകയായിരുന്നു. എന്ന് വെച്ചാൽ പ്യുവർ കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒരു 50 പോയിന്റിനിടയിലുള്ള കൺസോൾട്ടേഷൻ. ചെറിയ ടൈം ഫ്രെയിം ഉപയോഗിച്ച് കൃത്യമായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈവ് മാർക്കറ്റിൽ രേഖപ്പെടുത്താൻ അറിയാവുന്നവർക്ക് ഇവിടെയെല്ലാം ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം മൂവ് കണ്ട് കൺസോൾട്ടേഷൻ ആണെന്ന് ബോധ്യപ്പെട്ട് മാറി നിന്നവരാണ് ഭൂരിഭാഗവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ലഭിച്ച പി ആൻഡുകളും വളരെ കുറവായിരുന്നു. സാധാരണ കിട്ടുന്ന ദിവസത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പി ആൻഡുകളാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ കൃത്യമായി ട്രേഡിംഗ് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഈ ചെറിയ മൂവ്മെന്റുകൾക്കിടയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ന് നിഫ്റ്റി പോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളും നൽകിയ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് വിശദീകരിക്കാം. 84,027 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 83,974 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 84,179 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 84,179 എന്ന മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് 83,858 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാനൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. 60,635 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 60,559 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 60,807 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രിസെഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 60,807 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 60,494 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസക്ഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. 25,860 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 25,819 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 25,923 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 25,923 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി ഞാൻ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ഹൗസിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഗുണകരമാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും എന്നാണ് നിങ്ങളുടെ നിരീക്ഷണത്തിൽ തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാം. അവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പർ ഉപയോഗിച്ച് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവുന്നതാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൊമെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്